ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മാത്സ് പഠിക്കുന്നതിന് പകരം ഒരു കഥ കേട്ടാലോ? ഇത് വെറും കഥയല്ല കേട്ടോ, പഞ്ചതന്ത്രം കഥകളിൽ ഉള്ള ഒരു കഥയാണ്. ഗുരു വിഷ്ണു ശർമ്മ മടിയന്മാരായിരുന്ന രാജകുമാരന്മാരെ മിടുക്കരാക്കാൻ പറഞ്ഞതാണ് ഈ കഥകൾ. ഇതിലൂടെ നമുക്കിന്ന് മാത്സ് ചെയ്യാൻ ആവശ്യമായ ചില ഗുണങ്ങളെപ്പറ്റി അറിയാം. അപ്പോൾ സമയം ഒട്ടും കളയാതെ തുടങ്ങാമല്ലേ? ഒരിക്കൽ വിശന്നു വലഞ്ഞ ഒരു കുറുക്കൻ ഭക്ഷണം തേടിക്കൊണ്ട് ഒരു നാട്ടിൻപുറത്തുകൂടി ചുറ്റിയലഞ്ഞു നടക്കുകയായിരുന്നു. അവസാനം യുദ്ധാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന ഒരു വിശാലമായ സ്ഥലത്ത് അവൻ എത്തിച്ചേർന്നു. അവിടെ തീറ്റ തേടി നടന്ന കുറുക്കൻ പെട്ടെന്ന് ഉയർന്ന സ്വരത്തിലുള്ള ഒരു ഹുങ്കാര ശബ്ദം കേട്ടു. ഭയന്നു വിറച്ച കുറുക്കൻ ചുറ്റുപാടുമെല്ലാം പകച്ചു നോക്കി. ഒന്നും അവൻ്റെ കണ്ണിൽ പെട്ടില്ല. ഇത്ര വലിയ ശബ്ദമുണ്ടാക്കുന്നത് ഏത് ഭീകരജീവിയായിരിക്കും എന്ന് ചിന്തിച്ച കുറുക്കൻ സ്വയം ഒളിച്ചിരിക്കുന്നതിനായി ചെടിപ്പടർപ്പിൻ ഉള്ളിലേക്ക് നുഴഞ്ഞുകയറി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കുറുക്കൻ ഭീതിയോടെ ചുറ്റും നോക്കി. ഒരു വലിയ പെരുമ്പറ കുറ്റിക്കാട്ടിൽ ഒരിടത്ത് കിടക്കുന്നത് അവൻ കണ്ടു. സമീപത്തുണ്ടായിരുന്ന മരക്കൊമ്പുകൾ കാറ്റിൽ ഉലയുമ്പോൾ പെരുമ്പറയുടെ മേൽ തട്ടി ഹുങ്കാര ശബ്ദം മുഴങ്ങും. ഈ വിവരം കുറുക്കൻ മനസ്സിലാക്കിയില്ല. ശബ്ദകോലാഹലങ്ങൾ തീരുന്നത് വരെ കാത്തിരുന്നതിന് ശേഷം അവൻ നേരെ പെരുമ്പറയുടെ അടുത്തെത്തി. പെരുമ്പറയുടെ തോൽ പൊതിഞ്ഞിരുന്ന ഭാഗത്ത് അവൻ മുൻകാലുകൾ കൊണ്ട് തട്ടി നോക്കി. ഒരു തരം ശബ്ദം കേൾക്കുകയും ചെയ്തു. ആഹാ, ഇത് നിറയെ ഇറച്ചിയായിരിക്കും. ഇനി തീറ്റ തേടി അലയേണ്ടതില്ല, ആഹ്ലാദത്തോടെ അവൻ ചിന്തിച്ചു. പെരുമ്പറ പൊതിഞ്ഞിരുന്ന തോൽ കടിച്ചു പൊട്ടിച്ച് തനിക്ക് ഉള്ളിലേക്ക് കടക്കാൻ തക്ക വലിപ്പത്തിൽ ഒരു ദ്വാരമുണ്ടാക്കി. ആകാംക്ഷയും പ്രതീക്ഷയും നിറഞ്ഞ ആ കുറുക്കൻ പെരുമ്പറയ്ക്കുള്ളിലേക്ക് നൂണ്ടിറങ്ങി. ഹാ കഷ്ടം, അതിനുള്ളിൽ തിന്നാൻ പറ്റിയതൊന്നും കണ്ടില്ല. കുറുക്കന് അതിനുള്ളിൽ തീറ്റയൊന്നും കാണാൻ സാധിച്ചില്ലെങ്കിലും അവൻ ഒരു പാഠം പഠിച്ചു. വെറുമൊരു ശബ്ദത്തെ ഒരിക്കലും ഭയപ്പെടരുത് എന്നായിരുന്നു ആ പാഠം. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതിപ്പോ കണക്കുമായി എന്താ ബന്ധമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതാണ് ഇനി പറയാൻ പോകുന്നത്. ഈ കഥയിലെ ഗുണപാഠത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഒരിക്കലും വെറും ഒരു ശബ്ദത്തെ ഭയപ്പെടരുത്. ഏത് കാര്യവും അടുത്തറിയാൻ ശ്രമിച്ചാൽ നമ്മുടെ ഭയം ഇല്ലാതാകും. അതുതന്നെയാണ് കണക്കിലെ ചോദ്യങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേക്കും എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മൾ വെറും ശബ്ദത്തെ പേടിക്കുന്നത് പോലെയല്ലേ? പകരം ചോദ്യം വായിച്ച് മനസ്സിലാക്കി അതിനെ വേണ്ടതുപോലെ സമീപിച്ചാൽ ഏത് ബുദ്ധിമുട്ടുള്ള കണക്കും നമുക്ക് ഈസിയായി ചെയ്യാൻ സാധിക്കും. കണക്കിൻ മിടുക്കന്മാരാവാൻ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സുമായി വീണ്ടും കാണാട്ടോ. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.